Very good morning to all. So, 3 classes നമ്മുടെ ഫംഗ്ഷൻസിന്റെ കഴിഞ്ഞു. നമ്മുടെ പഴയ ക്ലാസ്സുകളിൽ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിംഗ് എന്താണ്, ഫംഗ്ഷൻ കോൾ എന്താണ്, അതുപോലെ ഫംഗ്ഷൻസിൽ എങ്ങനെ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാം, ആ ഫംഗ്ഷൻ കോളിൽ തന്നെ എങ്ങനെ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാം ബൈ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്സ്, ദെൻ സ്കോപ്പ് ഓഫ് ദി വേരിയബിൾസ് വൈൽ യൂസിങ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ഇതിനു മുന്നേ ഉള്ള 3 ക്ലാസ്സുകളിലും പഠിച്ചത്. അത് നിങ്ങൾ എന്തെങ്കിലും കാണാൻ അല്ലെങ്കിൽ ആ തൊട്ട് മുന്നത്തെ 3 ക്ലാസ്സിലുള്ളവ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗെറ്റ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദാറ്റ് ബൈ വ്യൂയിങ് ദ കറസ്പോണ്ടിങ് വീഡിയോസ്, ദെൻ യു കൻ അറ്റൻഡ് ദിസ് 4th സെഷൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഫംഗ്ഷൻസ് ആൻഡ് അറേസ്. അതായത് ഒരു അറേ എങ്ങനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം, അറേ പ്രോസസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട്സ് നമുക്ക് തിരിച്ച് ഫംഗ്ഷനിൽ നിന്ന് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു അറേ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ യു നീഡ് ടു submit at least 2 arguments. First one is the name of the array without the subscript. Second one is the size of the array. അതായത് ഒരു ഫംഗ്ഷനിലേക്ക് ഒരു അറേ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലേക്ക് ഒരു അറേ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ ചെയ്തിരിക്കണം. എന്താണ് ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്തിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് ദ നെയിം ഓഫ് ദി അറേ, സെക്കൻഡ് വൺ ഈസ് ദി സൈസ് ഓഫ് ദി അറേ. ഇനി ഇത് 2 ഡയമെൻഷണൽ അറേ ആണെന്നുണ്ടെങ്കിൽ നെയിം ഓഫ് ദി അറേ ആൻഡ് സൈസസ് ഓഫ് ദി അറേ. അതായത് നിങ്ങളുടെ സിംഗിൾ ഡയമെൻഷനിൽ 1 ഡയമെൻഷനെ കാണത്തുള്ളൂ, ഓൺലി 1 സൈസ്. സേ ഫോർ എക്സാമ്പിൾ n. 2 ഡയമെൻഷനൽ ആണെങ്കിൽ there will be 2 sizes or 2 dimensions m and n. So സിംഗിൾ ഡയമെൻഷൻ ആണെങ്കിൽ എക്സാമ്പിൾ സം a, n. 2 ഡയമെൻഷൻ ആണെങ്കിൽ സം a, m, n. അതായത് നെയിം ഓഫ് ദി അറേ ഹാസ് ടു ബി പാസ്ഡ് ആസ് ആൻ ആർഗ്യുമെന്റ് വിത്തൗട്ട് എനി സബ്സ്ക്രിപ്റ്റ്സ്. അതായത് ആ സ്ക്വയർ ബ്രാക്കറ്റിലുള്ള വേറെ നമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദി സൈസ് ഓർ സൈസസ് ഓഫ് ദി അറേ. ഇവിടെ ഇപ്പൊ 1 ഡയമെൻഷണൽ അറേയുടെ എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്, സം a, n. സോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കോൾ വന്നു കഴിഞ്ഞാൽ ദി ഹോൾ അറേ a വിൽ ബി പാസ്ഡ് ടു ദി കോൾഡ് ഫംഗ്ഷൻ സം. ഇനി സം എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത് will be somewhat like float sum inside bracket float array square bracket keep it as blank in size. ഇവിടെ a is your actual argument and array is your formal argument. അതുപോലെ ഈ 2 സ്ക്വയർ ബ്രാക്കറ്റ്സ് ബ്ലാങ്ക് ആയിട്ടുള്ള ബ്ലാങ്ക് ഇൻപുട്ട് ആയിട്ടുള്ള സ്ക്വയർ ബ്രാക്കറ്റ്സ് will inform that the argument is an array of numbers. Actually, നമുക്കറിയാം, if you have an array of 10 and if you directly call a, then a stores the starting address value of that particular array. അല്ലേ? അത് നമ്മൾ പോയിന്റേഴ്സ് ആൻഡ് അറേസ് എന്ന് പറയുന്ന പോർഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇൻ ഇഫക്റ്റ് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഡ്യൂറിങ് ദിസ് ഫംഗ്ഷൻ കോൾ സം a, n, ഇവിടെ ആ അറേ എയുടെ അഡ്രസ് ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ആ അഡ്രസ്സിന്റെ ആണ് ഇവിടെ നമ്മൾ റിസീവ് ചെയ്യുന്നത്. സോ ഇൻ ഇഫക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ആണ് അറേ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകിച്ചായിട്ട് അഡ്രസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം എന്നില്ല. കമ്പൈലർ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ കോൾ ബൈ റെഫറൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊള്ളും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് വൈൽ പാസിംഗ് an array as a argument. These are the golden rules to follow. These are the golden rules to follow. First one, the function may be called by passing only the name of the array. Function വേണമെങ്കിൽ നെയിം മാത്രം പാസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷെ സൈസ് എന്ന് പറയുന്നത് it shall be preset inside the definition of the array itself. സൈസ് വേരി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ ഹാസ് ടു ബി കോൾഡ്. അതുകൊണ്ടാണ് ഫംഗ്ഷൻ മേ ബി കോൾഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അതായത്
നെയിം മാത്രം വെച്ച് നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാം. സൈസ് എന്ന് പറയുന്നത് എന്താണ് അത്യാവശ്യമല്ല. പക്ഷെ if the size of your array is varying, then that can only be determined by the calling function only if you pass the size of the array also. Then in the function definition, the formal parameter must be of an array type. Size of the array need not be specified. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതിന് സെയിം ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വൺ, ദി ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് മസ്റ്റ് ഷോ ദാറ്റ് ദി ആർഗ്യുമെന്റ് ഈസ് ഓഫ് എൻ അറേ. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഐറ്റംസ് വൈൽ പാസിംഗ് ആൻ അറേ ഇൻടു എ ഫംഗ്ഷൻ. നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഇവിടെ വേറെ ഒന്നുമല്ല, ഞാനൊരു അറേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, വാല്യൂ ഓഫ് 5. Then what I am going to do is I am going to take the sum of all these elements and I am going to display the result. അതായത് ഒരു പർട്ടിക്കുലർ അറേ ഉണ്ട്, ആ അറേയിലുള്ള എലമെന്റ്സിന്റെ എല്ലാം സം എടുത്ത് അതിന്റെ റിസൾട്ട് ആയിട്ട് കാണിക്കാനാണ്. സം ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് എ പർട്ടിക്കുലർ അറേ ദാറ്റ് ഈസ് ബീങ് ഇംപ്ലിമെന്റഡ്. സോ ഇവിടെ ഫ്ലോട്ട് value is the array in which the numbers are stored. Result is the variable where the sum is going to be stored. Then result equals sum of value comma 5. ഇവിടെ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ അറേ പാസ് ചെയ്യണമെങ്കിൽ അറേയുടെ വാല്യൂ എന്ന് പറയുന്ന അറേയുടെ നെയിം മാത്രം സ്പെസിഫൈ ചെയ്താൽ മതിയാകും. പക്ഷെ ഇവിടെ ഞാൻ സൈസ് കൂടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. വൈ? ബിക്കോസ് ഇവിടെ ഞാൻ ഈ സൈസ് സ്റ്റാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ലോക്കലായിട്ട് സം എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് സ്പെസിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ സൈസ് കൂടെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എൻ ഓർഡിനറി വേരിയബിൾ, ഇറ്റ് ഈസ് എൻ അറേ. അപ്പൊ അത് അറേ ആണ് എന്ന് കമ്പൈലറിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇൻ ദി ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഓഫ് ഡിക്ലറേഷൻ ഹിയർ you will use the square bracket, and in the function definition also you will use the square bracket. ഇത് സിംഗിൾ ഡയമെൻഷണൽ അറേ ആയതുകൊണ്ട് നിങ്ങൾക്ക് വെറുതെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യാം. ബിക്കോസ് വാട്ട് എവർ വിൽ ബി ദി അറേ വിച്ച് ഈസ് ബീങ് പാസ്ഡ് ഹിയർ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനുള്ള സൈസ് സെറ്റ് ആയിക്കോളും. ഇത് നമ്മൾ അറേസ് ഡിസ്കസ് ചെയ്തപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞതാണ്. If you have a single dimensional array, if it is being directly initialized, then അവിടെ നിങ്ങൾക്ക് സിംഗിൾ ഡയമെൻഷണൽ അറേയുടെ സൈസ് സ്പെസിഫൈ ചെയ്യണമെന്നില്ല. സോ അതേ കാര്യം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് മേക്ക് ഷുവർ യു സ്പെസിഫൈ ദി സ്ക്വയർ ബ്രാക്കറ്റ്സ് if you have to set this parameter as an array. Now here ഞാനൊരു ലോക്കൽ വേരിയബിൾ റിസൾട്ട് എന്ന ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. I എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൂപ്പിംഗ് വേരിയബിൾ or a loop variable where if I is less than size എന്താണ് result plus equal to a plus a, അതായത് result equal to result plus a of I plus plus. ഇത് വേറൊന്നുമല്ല, ഇത്രയും സാധനം നമ്മൾ ഇതുവരെ ഫോർ ലൂപ്പിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാനൊരു ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് വൈൽ യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിലർക്കെങ്കിലും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ instead of for loop I used while loop. So after this execution of this while loop, whatever is being stored in A, those will be added with variable result and return result. അതായത് സം ചെയ്ത് കിട്ടുന്ന വാല്യൂ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വാല്യൂ will be returned to this statement. So ആ റിട്ടേൺ വരുന്ന വാല്യൂ will be stored in the result variable in the function call statement. See, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൻ ഫംഗ്ഷനകത്തുള്ള ഫ്ലോട്ട് റിസൾട്ടും സം എന്ന് പറയുന്ന ഫംഗ്ഷനകത്തുള്ള ഫ്ലോട്ട് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളും രണ്ടിന്റെയും സ്കോപ്പ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ അകത്ത് മാത്രം ലിമിറ്റഡ് ആണ്. സോ this result and this result are both different variables. These two results are entirely different variables. രണ്ടും ഒന്നല്ല.
So, this result variable in a particular memory location allocate this result will have another memory location. That you keep it in mind. Now, what will be the output? Sum is 15.5. Next, I will program by using function to sort an array. Sorting is done by using bubble sort. Bubble sort go to my previous lectures. Study what is bubble sort. Study how bubble sort is being implemented for ascending as well as for descending. Then you can look into this function. Here, inside the main function, size choice രണ്ട് variables declare ചെയ്തു. Then array ARR 1 of 100 declare ചെയ്തിട്ടുണ്ട്. First എത്ര elements ആണെന്നുള്ളത് ചോദിച്ചു. That is being stored inside size. Then elements enter ചെയ്യാൻ പറഞ്ഞു. ഇവിടെ int I equals 0, I less than size, I plus plus. See, ഈ രീതിയിൽ നിങ്ങൾക്ക് വേരിയബിൾ for loopനകത്തുള്ള loop variable initialization ചെയ്യാം. If already initialize ചെയ്തിട്ടുണ്ട്, declaration കൂടെ initialize ചെയ്തിട്ടുണ്ടെങ്കിൽ you can leave the initialization part in the for loop as blank, but make sure you put a semicolon. രണ്ട് semicolons for must ആണ്. So inside the for loop, enter the element I plus 1. That means enter the first element, second element, third element. അങ്ങനെ എല്ലാ elementsഉം enter ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. Then and asking enter a choice, 1 for ascending order, 2 for descending order. Then എന്താണ് നമ്മുടെ വാല്യൂ എൻ്റർ ചെയ്യപ്പെടുന്നത് അതിനെ ഞാൻ ചോയ്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്തു. Then I used a switch choice. If case is 1, I am calling sort underscore ascending with arguments as ARR1 and size. If case is 2, then sort underscore descending ARR1 and size as parameters. ഇനി മറ്റെന്തെങ്കിലും വാല്യൂ ആണ് എൻ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ എന്താണ് invalid choice ആണ്. I am printing it as invalid choice. Then I am using a go to statement. See, ഇവിടെ ഞാൻ ഒരു go to statement ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ other than 1 and 2, if you type in anything, then it will print invalid choice and then it will execute go to xx. xx എന്ന് പറയുന്ന ലേബൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് മുമ്പാണ്. അതായത് 1 അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ അല്ലാതെ വേറെ എന്ത് ടൈപ്പ് ചെയ്താലും program will display invalid choice and it will automatically jump to this statement. So ഇത് പിന്നെയും നമ്മളോട് ചോയ്സ് ചോദിച്ചുകൊണ്ടേയിരിക്കും till you enter a valid choice. അതിനു വേണ്ടിയിട്ടാണ് ഈ go to statement ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. So this can be represented as an example for the go to statement as well. നിങ്ങൾ ഇത് അധികം കണ്ടിട്ടില്ലാത്തൊരു യൂസേജ് ആണ്. Now next, 1 ആണെങ്കിൽ ascending will be called, 2 ആണെങ്കിൽ descending will be called. Once the functions are called, then array will be sorted. Then print the sorted array. Whatever the array is, it will be printed. So ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ പ്രോട്ടോടൈപ്സും ഡെഫിനിഷൻസും ആണ്. ഇവിടെ അറേയും സൈസുമാണ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തത്. സോ അതുകൊണ്ട് തന്നെ സോർട്ട് അസെൻഡിങ്ങിന്റെയും സോർട്ട് അണ്ടർസ്കോർ ഡിസെൻഡിങ്ങിന്റെയും പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ഇന്റ് സ്ക്വയർ ബ്രാക്കറ്റ്. ദാറ്റ് മീൻസ് ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിസ് ഇസ് എൻ അറേ. നെക്സ്റ്റ് വൺ ഈസ് എ പ്ലെയിൻ ഇന്റിജർ. സോ ദിസ് ഇസ് എ പ്ലെയിൻ ഇന്റിജർ. ഇവിടെയും അത് തന്നെയാണ് int a square bracket which indicates this formal parameter is an array and this is a plain integer. Then ഇനി നമുക്ക് എളുപ്പമാണ്, വേറെ പരിപാടികളൊന്നുമില്ല. a എന്ന് പറയുന്ന അറേയില് you perform the sorting operation and whatever operations are being performed it will be reflected back in your original array ARR1. Why? Because ഇവിടെ നമ്മൾ ഡയറക്റ്റ് അറേ ആണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡയറക്ട്ലി കമ്പൈലർ കോൾ ബൈ റെഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സെയിം തിങ് ഗോസ് ഇൻ ഡിസെൻഡിങ് സോർട്ട് അണ്ടർസ്കോർ ഡിസെൻഡിങ് ഓൾസോ. എ എന്ന് പറയുന്ന വേരിയബിളിനെയാണ് എ എന്ന് പറയുന്ന അറേയാണ് നമ്മൾ പ്രോസസ്സിംഗ് നടത്തുന്നതെങ്കിലും ഇൻഡയറക്ട്ലി
we are accessing ARR1 by using call by reference indirectly by the option available by the compiler itself. അതുകൊണ്ട് തന്നെ whatever changes are being done in A will automatically be reflected in ARR1. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു വാല്യൂസും റിട്ടേൺ ചെയ്യേണ്ടതായിട്ടില്ല. ഞാൻ പറഞ്ഞു, പഴയ നേരത്തുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു, ഒരു ഫംഗ്ഷന് റിട്ടേൺ വാല്യൂസ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ വാല്യൂവിന്റെ ഡാറ്റ ടൈപ്പ് ആയിരിക്കും ഫംഗ്ഷന്റെ ഡാറ്റ ടൈപ്പ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ഹിയർ സിൻസ് യു ഡോണ്ട് ഹാവ് എ റിട്ടേൺ വാല്യൂ, ഐ ആം സ്പെസിഫൈയിങ് ഇറ്റ് ആസ് void. നൗ എന്തുകൊണ്ട് ഞാനിവിടെ void യൂസ് ചെയ്തെന്ന് വെച്ചാൽ whatever changes are being done in A will automatically be reflected in ARR1. So you don't need to explicitly return any value. മാത്രമല്ല at a time ഒരു ഫംഗ്ഷനിൽ നിന്ന് ഒരൊറ്റ വാല്യൂ മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. You can return an integer, you can return a float, you can return a character, but you cannot return an array or a string directly. For that you might have to go for address of that particular element. So ഇവിടെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് വാട്ട് എവർ ചേഞ്ചസ് ആർ ബീങ് ഡൺ ഇൻ എ വിൽ ഓട്ടോമാറ്റിക്കലി ബി റിഫ്ലക്റ്റഡ് ഇൻ ARR1. വൈ? ബിക്കോസ് സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കോൾ ബൈ വാല്യൂ ആണെങ്കിലും ഇഫ് യു ഹാവ് എൻ അറേ ഇൻ ദി ഫോർമൽ പാരാമീറ്റർ ദെൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കമ്പൈലർ ഈ ഒരു പർട്ടിക്കുലർ ആർഗ്യുമെന്റിനെ കോൾ ബൈ റെഫറൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ആ പർട്ടിക്കുലർ ആർഗ്യുമെന്റിനെ മാത്രം. ഇവിടെ സൈസിന്റെ ഒരു കോപ്പി ആയിരിക്കും എമ്മിലേക്ക് വരുന്നത്, പക്ഷെ ARR1ന്റെ ആക്ച്വൽ അഡ്രസ് അതുപോലെ എയിലേക്ക് വരും. ആൻഡ് whatever operations are being performed in A will be directly reflected back to ARR1 also. That means function array call ചെയ്യുകയാണെങ്കിൽ അത് by default ആയിട്ട് call by reference തന്നെ ആയിരിക്കും. That you keep it in mind. So this is the output. Enter number of elements 5. Enter the elements element 1, 2, 3, 4, 5 and elements enter. Then enter the choice, 1 for ascending order, 2 for descending order. I have entered 1. Then the program is displaying the sorted array is 4, 5, 6, 10, 22. This code I will share it with you. നിങ്ങൾക്ക് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചേഞ്ചസ് വരുത്തിയും റൺ ചെയ്ത് നോക്കാം. മൈ അഡ്വൈസ് ഈസ് വാട്ട് എവർ ചേഞ്ചസ് യു ഫീൽ ലൈക്ക് ഡൂയിങ് മേക്ക് ദോസ് ചേഞ്ചസ് ആൻഡ് റൺ ദി പ്രോഗ്രാം. തെറ്റായാലും കുഴപ്പമില്ല. ബിക്കോസ് ഇപ്പോഴത്തെ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യു ആർ അലൗഡ് ടു മേക്ക് മിസ്റ്റേക്സ്. തെറ്റുകളിൽ ചെയ്തിട്ട് അതിൽ നിന്നും കൃത്യമായി എന്തുകൊണ്ടാണ് അത് തെറ്റായി, എന്തുകൊണ്ട് അങ്ങനെ എറർ വന്നു എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി മുൻപോട്ട് പോയാൽ പ്രോഗ്രാമിംഗ് വിൽ ബി മച്ച് ഈസിയർ ഫോർ യു. നെക്സ്റ്റ്, പാസിംഗ് ഓഫ് 2-dimensional arrays or 2D arrays into functions. അപ്രോച്ച് എന്ന് പറയുന്നത് സിംഗിൾ ഡയമെൻഷണൽ അറേയുടെ പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് പാസിംഗ് എ 1-dimensional array. Now let's see what are the rules to be followed. പഴയതുപോലെ തന്നെ function must be called by passing the array name. Then in the function next one is function definition. It must be indicated that arrays of 2 dimensions by using 2 sets of brackets. നേരത്തെ function definition അല്ലെങ്കിൽ function prototype-ന് single dimensional arrayക്ക് ഒരു set of bracket യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ 2 set of brackets യൂസ് ചെയ്തേക്കണം. ഇനി size of the second dimension must be specified. നമ്മുടെ arrays and pointers എന്ന് പറയുന്ന അതിൽ നമ്മൾ പറഞ്ഞിരുന്നു. സിംഗിൾ ഡയമെൻഷണൽ അറേ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ലീവ് ദി ബ്രാക്കറ്റ്സ് ആസ് ബ്ലാങ്ക്. Whereas if you are using 2-dimensional arrays, the second dimension must be specified. ഇവിടെയും same case is applicable. Here also you have to specify the size of the second dimension. Then the prototype declaration should be similar to that of the function header. ഇതെന്താണെന്നുള്ളത് let's see through an example. I think this is a little bit smaller. I will share the actual code in the IDE itself. That will be better. Okay, so ഇവിടെ ഞാൻ 2 arrays
ആഡ് ചെയ്തിട്ട് സം ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. ആസ് യൂഷ്വൽ ഫസ്റ്റ് ഞാൻ ഡയമെൻഷൻസ് ഓഫ് ദി മെട്രിക്സസ് ചോദിക്കുന്നു, നമ്പർ ഓഫ് റോസ്, ദെൻ നമ്പർ ഓഫ് കോളംസ്, ആൻഡ് ഐ ആം സ്റ്റോറിംഗ് ഇറ്റ് ഇൻ റോ ആൻഡ് കോളം വിച്ച് ആർ integers. Then I am asking to enter the elements of the first matrix, scan ampersand aij. Then I am asking to enter the elements of the second matrix. ഇതുവരെ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരാൻ സാധ്യതയില്ല. Now എന്താണ് ഫസ്റ്റ് മെട്രിക്സ് എന്നുള്ളത് I am displaying the second matrix also. Here for displaying an array I am using a function, a user defined function called disp_array. This function is called for displaying the matrix A. ഇവിടെ നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് is the array A, row and column. ഇനി ഈ disp എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് disp array, then you have 3 arguments. രണ്ടാമത്തെ മൂന്നാമത്തെ ആർഗ്യുമെന്റ് they are plain integers. അവിടെ നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈസ് ദി എന്താണ് array. It is a 2-dimensional array. ഞാൻ പറഞ്ഞു 2-dimensional arrays നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ ഫോർമൽ പാരാമീറ്റർ ആയിട്ട് 2 സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിരിക്കണം. അതുപോലെ രണ്ടാമത്തെ ഫസ്റ്റ് ഡയമെൻഷൻ യു ക്യാൻ കീപ് ഇറ്റ് ആസ് ബ്ലാങ്ക്, ബട്ട് സെക്കൻഡ് ഡയമെൻഷൻ യു ഹാവ് ടു സ്പെസിഫൈ. അതായത് ഒരു 2-dimensional array ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഇൻ പോയിന്റേഴ്സ് എന്താണ് ഫസ്റ്റ് ഡയമെൻഷൻ യു ക്യാൻ കീപ് ഇറ്റ് ആസ് ബ്ലാങ്ക്, ബട്ട് സെക്കൻഡ് ഡയമെൻഷൻ യു മസ്റ്റ് സ്പെസിഫൈ. ദാറ്റ് ഈസ് ദി തിങ് യു ഹാവ് ടു റിമെമ്പർ. ഇനി പ്രത്യേകിച്ച് വേറൊന്നുമില്ല. നമ്മൾ എന്താണ് നോർമൽ പ്രിന്റിങ്ങിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. Here I am printing x of ij. When this line is being called, the address of the A or the array A will be directly passed to x, and a copy of value stored in row and col will be passed to R and C. Then those will be എന്താണ് പ്രോസസ്ഡ്. ഇവിടെ x എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യുന്നു. This will be same as that of A. So when you call disp array A, row, col, ഇവിടെ മെട്രിക്സ് പ്രിന്റ് ചെയ്യും. A എന്ന് പറയുന്ന മെട്രിക്സ് പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. So next രണ്ട് ലൈൻ എന്ന് പറയുന്നത് is print second matrix. Then I am using disp_array B, row, col. Here this function call statement is used for printing the matrix B here. Now A and B print ചെയ്ത് കഴിഞ്ഞ് വേറെ ഒന്നിനല്ല നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള മെട്രിക്സസ് എന്താണെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണിത്. Now I am going to call add_array A, B, sum, row, col. See, അതിന്റെ add_array എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. void add_array int x int y int z. ഈ മൂന്നും arrays ആണ്. എങ്ങനെ മനസ്സിലാവും? You are specifying square brackets, and please denote that the first dimension you can keep as blank. It doesn't mean that എന്താണ് ഫസ്റ്റ് ഡയമെൻഷൻ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് ഇടണം എന്നല്ല. ഫസ്റ്റ് ഡയമെൻഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വെക്കാം. പക്ഷെ സെക്കൻഡ് ഡയമെൻഷൻ യു ഹാവ് ടു സ്പെസിഫൈ ടു സം ലിമിറ്റ് വിച്ച് വിൽ നോട്ട് ബി എക്സീഡഡ് ബൈ ദി ഇനിഷ്യൽ എന്താണ് ഫോർമൽ ആർഗ്യുമെന്റ്. അതായത് നിങ്ങൾ ഫോർമൽ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന അറേയുടെ ആ ലിമിറ്റ് ക്രോസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ലിമിറ്റ് നിങ്ങൾക്ക് ആക്ച്വൽ ആർഗ്യുമെന്റിന് കൊടുക്കാം. അതായത് ഈ അറേ ഇവിടെ ഇപ്പോ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ സെക്കൻഡ് ഡയമെൻഷൻ 5 ആയിട്ട് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം യു ക്യാൻ പാസ് ആൻ അറേ ഹാവിംഗ് കോളം സൈസ് 5. അതിൽ കൂടുതലുള്ള അറേസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള 5ാമത്തെ കോളത്തിന് ശേഷമുള്ള കോളംസ് ഡിസ്കാർഡ് ചെയ്ത് പോകും. സോ choose a suitable value as the second dimension for your actual parameter in such a way that നിങ്ങളുടെ ഇനിഷ്യൽ അറേയിലുള്ള എല്ലാ എലമെന്റ്സും ഇതിനകത്ത് സ്റ്റോർ ആവും എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എന്തുകൊണ്ട് എയും ബിയും സമ്മും ഇൻപുട്ട് ആയിട്ട് എടുത്തു? ആക്ച്വലി ഇവിടെ സം എന്ന് പറയുന്നത് എനിക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ട
array ആണ്. എന്തിനാണ് സം കൂടെ ഞാൻ ഇസഡിലേക്ക് കോപ്പി ചെയ്ത് കൊടുത്തതെന്ന് നോക്കാം. See here I am using z equals x plus zij equals xij plus yij. So ഇങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സമ്മും ഇസഡും will be interlinked, എയും എക്സും will be interlinked, ബിയും വൈയും will be interlinked. So interlinked എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് whatever happens in x will be reflected back in a, whatever happens in y will be reflected back in b, and whatever happens in z will be reflected back in sum also. So ഇങ്ങനെ ഞാൻ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ട അറയെ ഞാൻ ഇൻപുട്ട് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. Please note that this luxury is possible only in case of an array. നിങ്ങൾ ഒരു ഓർഡിനറി വേരിയബിൾ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇനിയുള്ള രണ്ടെണ്ണം ആർ ആൻഡ് സി, ഇവിടെ സംഭവിക്കുന്നത് റോയുടെ ഒരു കോപ്പി, റോ എന്ന് പറയുന്നതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂന്റെ ഒരു കോപ്പി ആറിലേക്ക് സേവ് ചെയ്യപ്പെടും, കോൾ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിന്റെ ഒരു കോപ്പി സിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. സോ ഇവിടെ whatever happens in R will not be reflected back in row, whatever happens in C will not be reflected back in call, but in case of എന്താണ് arrays, whatever happen in the formal parameter will be reflected back in the actual parameter. So this thing you keep in mind. അറയിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ പോലെ ചേഞ്ചസ് റിഫ്ലക്ട് ആകത്തുള്ളൂ. പക്ഷെ നോർമൽ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അൺലെസ് യു എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ദം ആസ് കോൾ ബൈ റെഫറൻസ്, ഒരിക്കലും 1-to-1 എന്താണ് ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ടാകത്തില്ല. നോ, വേറൊന്നുമില്ല, zij equals xij plus yij. So whatever ഓരോ i and jth element of x and y, that means in case here a and b will be summed and the sum value will be stored in z ij. Now what you, after this function call, what is happening is sum എന്ന് പറയുന്ന മെട്രിക്സിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ a plus b എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർഡ് ആയിരിക്കും. So all you need to do now is to print the sum matrix, display sum, comma, row, comma, call. So this will directly display your sum matrix. So important thing to remember is, if you are passing an array to a function, formal argument il endengilum change namakku vannu kazhinjal that will be directly reflected back in the actual argument also. ഇവിടുത്തെ കേസിൽ എക്സിന് ചേഞ്ച് വന്നാൽ എ ചേഞ്ച് ആകും, വൈക്ക് ചേഞ്ച് വന്നാൽ ബി ചേഞ്ച് ആവും, ഇസഡിന് ചേഞ്ച് വന്നാൽ സമ്മിലും ചേഞ്ചസ് റിഫ്ലക്ട് ആവും. Why this is happening? Because compiler, when you pass an array into your function and when you explicitly say that it is an array, then compiler will by default treat those arguments as call by reference, or അവിടുത്തെ അഡ്രസ് വെച്ച് തന്നെയാണ് ഫെച്ചിങ് നടക്കുന്നത്, ഡാറ്റ ഫെച്ചിങ് നടക്കുന്നത്. സോ അത്രയും ആർഗ്യുമെന്റ്സ് കോൾ ബൈ റെഫറൻസ് ആയിരിക്കും. ബാക്കിയുള്ള ആർഗ്യുമെന്റ്സ് നോർമൽ വേരിയബിൾസ് നിങ്ങൾ പാസ് ചെയ്തെടുക്കുമ്പോൾ അൺലെസ് യു സ്പെസിഫൈ ഇറ്റ് എക്സ്പ്ലിസിറ്റ്ലി, നിങ്ങൾ എടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് കോൾ ബൈ വാല്യൂ. സോ ദിസ് തിങ് യു കീപ് ഇറ്റ് ഇൻ മൈൻഡ്. സോ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. Then output is this: number of rows 3, number of columns 3, first element 1 2 3 4 5 6 7 8 9, second element 9 8 7 6 5 4 3 2 1. ഇത് നമുക്ക് ഈസിനെസ് ഓഫ് എന്താണ് ചെക്കിംഗ് ദി റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. So the first matrix is this, second matrix is this, the sum matrix is here, this one. So ഇത് നമുക്കൊരു എന്താണ് ഒരു കൺഫർമേഷൻ കൂടെയാണ് that whatever arguments are being passed from a function call to the function definition, that means if the arguments are defined as arrays, then avade call by referencing aanu compiler by default aayittu nadathunnathu ennullathu. Okay, so that's all about functions and arrays. You go through various എന്താണ് എക്സാമ്പിൾസ് നിങ്ങളുടേതായിട്ടുള്ള, ഇപ്പൊ ഞാൻ സം ചെയ്യാനുള്ള ഒരു
പ്രോഗ്രാമാണ് കാണിച്ചത്. ഇതിന്റെ കോഡ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. യു റൈറ്റ് എ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് സം, ഡിഫറൻസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് addition, subtraction of addition of two matrices, subtraction of two matrices and multiplication of two matrices. ഇത് ചോയ്സ് വെച്ച് എൻ്റർ ചെയ്ത് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എഴുതി നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തു നോക്കുക. സോ ദാറ്റ് ഈസ് എ ടാസ്ക് ഫോർ യു. ട്രീറ്റ് ഇറ്റ് ആസ് എ ഹോംവർക്ക്. നെക്സ്റ്റ് ഇനിയുള്ളത് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. First one is nested function calls. Nested if statement എന്തായിരുന്നു ഓർമ്മയുണ്ടോ? An if which is written inside another if is called as nested if. Nested switch എന്ന് വെച്ചാൽ a switch which is written inside another switch statement. So similarly nested function call എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, a function called within another function definition. അതായത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതിനകത്ത് വേറൊരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ we can say that it is a nested function call. ബെസ്റ്റ് എക്സാമ്പിൾ വേറൊന്നുമല്ല, ഈ കാണിച്ചിരിക്കുന്നതിലെല്ലാം we are using nested function call. ഇവിടെ നമ്മൾ disparray എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും add array കോൾ ചെയ്തിട്ടുണ്ട്. All these array callings are happening inside the definition of your main function. So this can be treated as an example for nested function call. So വേറൊരു സാമ്പിൾ പ്രോഗ്രാം ആണ് why using nested function call. ഇവിടെ വേറൊന്നുമല്ല ചെയ്യുന്നത്. Here I am taking an array A of 10 and I am getting the values. Then I need to print the average of these values. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ കൗണ്ട് എൻ്റർ ചെയ്തു. എ എന്ന് പറയുന്ന വേരിയബിൾ. This is another sample program using nested functions, or to specifically say nested function calls. ഇവിടെ ഞാൻ എ എന്ന് പറയുന്ന ഒരു അറേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ എയിലേക്ക് ഞാൻ ആവറേജ് എടുക്കേണ്ട നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യുന്നു. Then I am calling average avg of a comma size. Inside the definition of avg ഞാൻ float എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോറി, average എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. Then I am writing average equals add of a comma n by n. That means here inside this avg function I am calling add. That means inside the definition of avg function I am calling add function. Add എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എല്ലാ എലമെന്റ്സും ആഡ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഹിയർ യു കൻ സീ ദാറ്റ് a function is being called inside the definition of another function. So this is called as the nested function call, or simply saying nested functions. So once avg function is called, average will be calculated. For calculating the average, here in this statement add function will be called. So ഇവിടെ ശരിക്കും നടക്കാൻ പോകുന്നത് avg function call ചെയ്ത് ഈ second line എത്തുമ്പോഴേക്കും add function will be called. Then control will be transferred to the add function. Addition operation will be completed and this sum will be returned. And whatever value is being returned, that will be available here. That value divided by n, which is the which holds the size of the array. So sum divided by n will give the average, and that average value is returned here. So here add is being called within the definition of avg. So this is an example for a nested function call. This is the output. Your count is 5. Elements 1, 5, 2, 3, 4. Now 1, 2, 3, 4, 5 in a just jumble it. Sum will be 15. Average will be 15 by 5, which is 3. Next is nested function definitions. Nested function call എന്ന് പറയുന്നത് a function call within a function definition ആയിരുന്നു. Here പേര് പറയുന്ന as the heading suggests, defining a function within a function is called as nested function definitions.
There are certain things you need to consider. Nested function definitions cannot access local variables of the surrounding blocks. അതായത് അതിന് ചുറ്റുമുള്ള പുറത്തുള്ള ബ്ലോക്സിലുള്ള വേരിയബിൾസിനെ നെസ്റ്റഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻസിന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. Such function can access only global variables. Can only access global variables എന്നുള്ളത് പൂർണ്ണമായും ശരിയല്ല. Can access whatever it is being passed as arguments. അതിന് വേറെ തർക്കമൊന്നുമില്ല. Arguments അല്ലാതെയുള്ള വേരിയബിൾസ് നോക്കുകയാണെങ്കിൽ മാത്രം those nested function definitions can access only global variables because of scope limitations. This is the sample program for nested function definition. പഴയ പ്രോഗ്രാം തന്നെയാണ്, യാതൊരു പ്രോസസ്സിൽ യാതൊരു വ്യത്യാസവുമില്ല. ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഉള്ള പ്രോഗ്രാമിൽ നെസ്റ്റഡ് ഫംഗ്ഷൻ കോളിൽ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തു, ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെപ്പറേറ്റ് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ആവറേജ് ഫംഗ്ഷൻ അകത്ത് ഞാൻ ആഡ് കോൾ ചെയ്തു. ഹിയർ ദ തിങ് ഈസ് ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഞാൻ ആഡ് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഞാൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഈസ് വിത്തിൻ AVG. സോ AVG is a function which returns a float, takes an array and a number as input. Inside that AVG, I am defining another function add. അതായത് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ അകത്ത് വേറൊരു ഫംഗ്ഷൻ ഡെഫിനിഷൻ വന്നിരിക്കുന്നു. And that is the difference between nested function call and nested function definition. Here, add a comma n കോൾ ചെയ്യുമ്പോഴേക്കും ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആവറേജിനകത്ത് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ദി സ്കോപ്പ് ഓഫ് ദിസ് ആഡ് ഫംഗ്ഷൻ വിൽ ബി ലിമിറ്റഡ് വിത്തിൻ ദി ആവറേജ് ഫംഗ്ഷൻ. അതായത് ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾക്ക് AVG എന്ന് പറയുന്ന ഫംഗ്ഷൻ അകത്ത് മാത്രമേ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദി ലിമിറ്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ ആഡ് ഈസ് ബീങ് സെറ്റ് ടു such a way that it can be called only inside this AVG function. So the output is same as that of the previous one. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഞാൻ പറഞ്ഞു ആഡ് ഫംഗ്ഷൻ നമുക്ക് ഒരിക്കലും AVG ഫംഗ്ഷന് പുറത്ത് കോൾ ചെയ്യാൻ പറ്റില്ല, because the scope of add function is within this AVG function. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. This is not the function declaration, this is the function definition. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. So next ഞാൻ ചെയ്തേക്കുന്നത് തൊട്ട് മുൻപത്തെ പോലെ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ AVG ഫംഗ്ഷൻ അകത്താണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഐ ആം ട്രൈങ് ടു കോൾ ആഡ് ഫംഗ്ഷൻ ഇൻസൈഡ് ദ മെയിൻ. Then what will happen? Actually, this program will not work. Why? Because here you are trying to call a function which is having the scope only exist inside another function. അതായത് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആവറേജ് AVG എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അകത്ത് വെച്ച് ലിമിറ്റഡ് ആണ്. ദാറ്റ് മീൻസ് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ AVG ഫംഗ്ഷൻ അകത്ത് എവിടെ വേണമെങ്കിലും കോൾ ചെയ്യാം, പക്ഷെ അതിന് പുറത്തേക്ക് നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സിൻസ് ദിസ് ഈസ് ഡിഫൈൻഡ് ഇൻസൈഡ് അനദർ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷനിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടേൺ ആൻ എറർ saying undefined reference to add. Okay, so the thing you need to remember is if you are using nested function definitions, you cannot directly call one function defined within another function. അതായത് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ അകത്ത് വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കേസിൽ ആഡ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് AVGക്ക് അകത്താണ്. ആ ഇന്റേണൽ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷന് വേറൊരു പാർട്ട് ഓഫ് ദി പ്രോഗ്രാമിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ല. ഇഫ് കോൾഡ് ഇറ്റ് വിൽ റിട്ടേൺ എറർ. അതായത് ഈ ആഡ് എന്ന് പറയുന്നതിന് AVGക്ക് അകത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും കോൾ ചെയ്യാം, പക്ഷെ വേറൊരു സ്ഥലത്ത് അതായത് മെയിൻ ഫംഗ്ഷൻ അകത്ത് ഇഫ് യു ട്രൈ ടു കോൾ ആഡ് ഇറ്റ് വിൽ സേ അൺഡിഫൈൻഡ് റെഫറൻസ് ടു ആഡ്. വൈ? ബിക്കോസ് ആഡിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ AVG എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അകത്ത് വെച്ച് ലിമിറ്റഡ് ആണ്. സോ that you always keep it in mind. ഇതുകൊണ്ട് തന്നെ നമ്മൾ നെസ്റ്റഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻസ് കഴിവതും ആവശ്യമില്ല എങ്കിൽ ഉപയോഗിക്കാൻ പോകാറില്ല. So that's all about nested function definitions. Next is recursive functions. ഇത് നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ അവസാനത്തെ ടോപ്പിക് ആണ്. Actually this
terminology recursive means something using itself is called as recursion. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിക്കർസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഈസ് എ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് ആസ് എ റിക്കർസീവ് ഫംഗ്ഷൻ. എക്സാമ്പിൾ ഹിയർ hash include stdio.h int main. I am printing a statement, just printing example for recursion. Then again I am calling main. That means inside main I am calling main. That means main function is being called by itself. This is called as recursion. ഇത് കോമൺലി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ചില പ്രോസസ്സസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് കോഡ് എഫിഷ്യൻസി ബെറ്റർ ആക്കാൻ, അതായത് മിനിമം എമൗണ്ട് ഓഫ് കോഡ് വെച്ചിട്ട് മാക്സിമം കോഡ് എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. റിക്കർസീവ് ഫംഗ്ഷൻ ഈസ് ലൈക്ക് എ ലൂപ്പ്. ഓക്കെ, സോ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് റിസൾട്ട്സ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇൻഫൈനൈറ്റ് ലൂപ്പ്. അതായത് ഒരു റിക്കർസീവ് ഫംഗ്ഷന്റെ ടെർമിനേഷൻ കണ്ടീഷൻ പ്രോപ്പർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദി ഫംഗ്ഷൻ കോൾ വിൽ ഹാപ്പൻ ഫോർ എവർ. അതായത് അത് ഒരിക്കലും നിൽക്കാത്ത രീതിയിൽ ഓടിക്കൊണ്ടേയിരിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ഇതേ ഫംഗ്ഷൻ തന്നെ, ഇതേ പ്രോഗ്രാം തന്നെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഹിയർ ഇൻസൈഡ് ദ മെയിൻ ഫംഗ്ഷൻ ഐ ആം കോളിംഗ് ദ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ ഇത് റൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോവുക എന്നുള്ളതൊന്ന് നോക്കാം. മെയിൻ ഫംഗ്ഷൻ ആണ് സാധാരണ രീതിയിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ റൺ ആകുന്നത്. ഫസ്റ്റ് printf, so it will print example for recursion. Then it will call main. Main means again this function is called, again it will be printed, again this function is called, again it will be printed. So in effect ഈ example for recursion എന്ന് പറയുന്നത് infinite number of times print ചെയ്തുകൊണ്ടേയിരിക്കും. So this will result in something like an infinite loop. Let's see what will happen. Compile and run. See, ഇൻഫൈനൈറ്റ് ലൂപ്പിൽ, അതായത് ഇത് ഒരിക്കലും നിൽക്കത്തില്ല, ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും നിൽക്കില്ല എന്നല്ല, ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കമ്പൈലറിന് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സി റൺ ചെയ്യുന്ന IDEക്ക് ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അതൊരു പർട്ടിക്കുലർ മാക്സിമം ലിമിറ്റ് വരെ റിക്കർഷൻസ് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെപ്പിറ്റീഷൻസ് എത്തിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യും. പക്ഷെ ഇത് ഈ ഒരു IDEയുടെ പ്രത്യേകതയാണ്. നോർമൽ ഒരു സ്റ്റാൻഡേർഡ് IDE ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് നെവർ ഗോയിങ് ടു സ്റ്റോപ്പ്. സോ ഇൻ ഇഫക്റ്റ് ഇത് ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിൽ ഓടിക്കൊണ്ടേയിരിക്കും. ഇത് ഒരിക്കലും നിൽക്കാതെ പോകും. സി, സോ very important point to notice is while using recursive function, these can cause infinite loops or unexpected results if not written properly. അതായത് ടെർമിനേഷൻ കണ്ടീഷൻ, അതായത് എപ്പോൾ ഈ റിക്കർഷൻ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ദിസ് വിൽ റൺ ഫോർ എവർ. ദി ഫംഗ്ഷൻ വിൽ കോൾ ദ സെയിം ഫംഗ്ഷൻ. അതായത് ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ലൈക്ക് എന്താണ്, a snake eating its own tail. പഴയ ബെൻസീന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്നേക്ക് വിച്ച് ഈസ് ബൈറ്റിംഗ് ഇറ്റ്സ് ഓൺ ടെയിൽ. സോ അത് ഫോർ എവർ ഓടിക്കൊണ്ടേയിരിക്കും, which will result in an infinite condition similar to that of an infinite loop. Just as what is being said, what is being depicted in this picture. ഇത് ഒരിക്കലും നിൽക്കത്തില്ല, ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഓടിക്കൊണ്ടിരുന്നുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. വൺസ് ദ റിക്കർസീവ് ഫംഗ്ഷൻ ഇസ് എൻകൗണ്ടർഡ്, ദാറ്റ്സ് ഇറ്റ്, എൻഡ് ഓഫ് സ്റ്റോറി, നത്തിങ് എൽസ് ക്യാൻ ബി ഡൺ. നെക്സ്റ്റ് ലെറ്റ്സ് സീ എ പ്രോഗ്രാം, സാമ്പിൾ പ്രോഗ്രാം. ഇവിടെ ഞാൻ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ബൈ യൂസിങ് റിക്കർസീവ് ഫംഗ്ഷൻ ആണ് എഴുതുന്നത്. വി ഓൾ നോ n factorial is nothing but n into n minus 1 factorial. But n minus 1 factorial is n minus 1 into n minus 2 factorial. So n factorial is n into n minus 1 into n minus 2 factorial. And this goes on like that. അങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്. This is the basic definition. N factorial is nothing but n into n minus 1 factorial. So
നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഫാക്ടോറിയൽ യൂസ് ചെയ്യുമ്പോൾ n into n minus 1 into n minus 2 into etc up to 1 വരെ എത്തുന്നത് വരെ നമ്മളൊരു ഫോർ ലൂപ്പിനകത്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. സെയിം തിങ് യു ക്യാൻ ഇംപ്ലിമെന്റ് ബൈ യൂസിങ് റിക്കർഷൻ. ഹിയർ നം എന്ന് പറയുന്ന വേരിയബിളിലാണ് ഞാൻ നമ്പർ n എന്ന് പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്യുന്നത്. And I am defining a function called factorial, and factorial of num will return the factorial of that number. That means num factorial returns him, and that will be stored in result, which is defined as long int. Why long int? Because int can store only up to 32,787. ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 10ന്റെ ഫാക്ടോറിയൽ എടുക്കുമ്പോൾ തന്നെ മോർ ദാൻ 6 ഡിജിറ്റ്സ് പോകും. സോ പ്ലെയിൻ ഇന്റ് വിൽ നോട്ട് സഫൈസ്. അതുകൊണ്ടാണ് ഞാൻ ലോങ് ഇന്റ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് വിൽ ഹാവ് എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് 8 bits ഇറ്റ് ക്യാൻ ഹാവ് 16 bits ഓഫ് ഇൻസ്റ്റെഡ് ഓഫ് 16 bits or 2 bytes it can have 32 or 4 byte memory location. Now inside the definition of factorial function, if n is 1 then I am returning 1, else I am returning n into factorial of n minus 1. അതായത് n 1 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1ന്റെ ഫാക്ടോറിയൽ 1 തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് 0 വെച്ച് വേണമെങ്കിലും പ്രോസസ് ചെയ്യാം, because 0 factorial is also defined as 1. So this, if n is here, if n is 1, 1 will be returned. Otherwise n into n factorial of n minus 1 will return. So here also factorial of n minus 1 is called. So avade endana, when factorial of n minus 1 is called, return value will be n minus 1 into factorial of n minus 2. Factorial of n minus 2 is called, which will be n minus 2 into factorial of n minus 3. So in effect this will continue still n into n minus 1 into n minus 2 into etc into 1. എപ്പോഴെങ്കിലും ഇവിടെ ഫാക്ടോറിയൽ ഓഫ് n അല്ലെങ്കിൽ 2 into ഫാക്ടോറിയൽ ഓഫ് 1 വന്നാൽ ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറയുന്നത് if n is 1 return 1. So this is termed as the termination condition. അതായത് ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ this program will run forever. അതായത് ഇത് ഒരിക്കലും നിൽക്കത്തില്ല. സോ ഇവിടെ നമ്മൾ പറയുന്നത് n 1 ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ n into fact n minus 1. ഇതേ സ്റ്റേറ്റ്മെന്റ് n into factorial of n minus 1. ഇവിടെ n 1 ആണെന്നതിന് പകരം n 0 ആണെങ്കിൽ റിട്ടേൺ 1 എന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓൺലി ഡിഫറൻസ് which is going to make is ഒരു അഡീഷണൽ എന്താണ് സൈക്കിൾ കൂടെ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിത് എടുത്തു പറയാൻ കാരണം ചില വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇഫ് n double equals 0 return 1 എന്ന് പറഞ്ഞേക്കും. Why? Because 1 factorial is 1, 0 factorial is also defined as 1. So നമ്മൾ അൺഡിഫൈൻഡ് ആയിട്ടൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. സോ ദിസ് വിൽ എന്താണ് be used as a limiting condition. So that n into n minus 1 into etc into 1 വരെ ഈ multiplication പോകത്തുള്ളൂ. Now output will be enter a number 10 factorial is 36,28,800. See ഇവിടെ if you use എന്താണ് plain int then ഈ നമ്പർ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. That's why I used long int. ഇനി ഈ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന വാല്യൂം ലോങ് ഇന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ ടൈപ്പ് ഓഫ് ദിസ് ഫാക്ടോറിയൽ ഫംഗ്ഷൻ ഐ ആൾസോ സ്പെസിഫൈഡ് ഇറ്റ് ആസ് ലോങ് ഇന്റ് ഇറ്റ്സെൽഫ്. Now let's see look at another program, sample program to print sum of n natural numbers. ഇവിടെ add num എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേറൊന്നുമില്ല, add num is defined in such a way that if n is 1 return 1, else return n plus add num of n minus 1. അതായത് sum of n natural numbers is nothing but n plus sum of n minus 1 natural numbers. അല്ലേ? That is why I have written n plus add num of n minus 1. So sum of n natural numbers is nothing but n plus sum of n minus 1 natural numbers. Now
sum of n minus 1 natural numbers is nothing but n minus 1 plus sum of n minus 2 natural numbers. This will cycle up till n becomes 1. Sum of one natural number is nothing but 1 only. So this is the limiting condition for this recursive function. Output will be enter the number 10. First of sum of first 10 natural numbers is 55. So that's all for today's class. So remember, in case of a recursive function, you always put a termination condition. Termination condition നിങ്ങൾ specify ചെയ്തില്ല in case of a recursive function എന്നുണ്ടെങ്കിൽ, since the function is calling itself, എന്താണ് ഒരു termination condition ഇല്ല എന്നുണ്ടെങ്കിൽ that function call will run forever. That means it will run similar to that of an infinite loop. So keep that in mind. So that's all for today. Thank you for watching. ഞാൻ ഈ sample programs presentation നിങ്ങൾക്ക് Google Classroom share ചെയ്തേക്കാം. Go through that. If you have any doubts, feel free to ask directly to me, either in our live session or through my WhatsApp number, or directly in the Google Classroom itself. So thank you all. See you later. Bye bye.